ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചെറുപയർ പരിപ്പ് പായസമാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് കുക്കറിൽ എളുപ്പ വഴിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഏത് കപ്പിലാണോ നിങ്ങൾ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കി എല്ലാ ചേരുവകളും എടുക്കുക. ഇപ്പം ഈ ചെറുപയർ പരിപ്പിന് കഴുകേണ്ട ആവശ്യമില്ല. നമ്മളിത് കഴുകാതെ നേരെ ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ പകുതി എടുത്ത് മാറ്റണം. ഇപ്പം ഇവിടെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ പകുതി എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി പകുതി കുറച്ചുകൂടെ നമ്മൾക്ക് വറുത്തെടുക്കണം. പായസം കുടിക്കുമ്പോൾ ചെറുപയർ പരിപ്പ് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്നത് കൂടുതൽ ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ബാക്കി പകുതി നമ്മൾ കുറച്ച് നേരം കൂടെ വറുത്തെടുക്കുന്നത്. പിന്നെ പരിപ്പ് പായസം കുടിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇതേപോലെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഞാനിവിടെ പകുതി എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി പകുതി കുറച്ചും കൂടെ നേരം വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വേറെ വേറെ പാത്രത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ബാക്കി പകുതി കുറച്ച് നേരം കൂടെ വറുത്തെടുക്കുക. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ ചെറുപയർ പരിപ്പിൻ്റെ കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം. ഇതേ പാനിൽ തന്നെ ഇത് വെച്ചിരുന്നാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത അതേ പാത്രത്തിലോട്ട് തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയിട്ട് വരണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ ഇതുവരെ ഇത് കഴുകിയിട്ടില്ല. ഇപ്പോൾ ഇത് രണ്ട് പരിപ്പിൻ്റെയും കളറ് കണ്ടാൽ മനസ്സിലാവും. ഒരെണ്ണം കുറച്ച് കൂടുതലായിട്ടുണ്ട്, മറ്റേത് അത്ര തന്നെ ആയിട്ടില്ല. ഇതേ പാകത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഒന്നാം പാലാണ് നമ്മൾക്ക് മാറ്റി വെക്കേണ്ടത്. നല്ല കട്ടിയുള്ള പാലായിരിക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാൽ എടുക്കാനായിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പ് തന്നെ ഇവിടെയും യൂസ് ചെയ്യുക. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പാല് കിട്ടും. ഒരുപാട് ചൂട് കൂടി പോകരുത്. ചെറിയ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാം പാലും ഇപ്പം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾക്കിനി മൂന്നാം പാലും കൂടെ എടുക്കണം. അതിനായിട്ട് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം. നമ്മൾ ആദ്യം എടുത്ത അതേ കപ്പിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4.5 കപ്പ് മൂന്നാം പാലും 1 കപ്പ് രണ്ടാം പാലും 1/4 കപ്പ് ഒന്നാം പാലുമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി വലിയൊരു കുക്കർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെറുപയർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നേരത്തെ നമ്മൾ കഴുകാതെയാണ് വറുത്തെടുത്തത്. 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത സമയം കൊണ്ട് ചെറുപയർ പരിപ്പ് നന്നായി ചൂടാറി വന്ന് കാണും. ഇപ്പം ഞാനിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച 4.5 കപ്പ് മൂന്നാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് ചെറുപയർ പരിപ്പിന് ഏകദേശം 3 കപ്പ് വെള്ളം വേണ്ടിവരും. ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാളും ഇതേപോലെ മൂന്നാം പാലിൽ വേവിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചെടുക്കുക. ഇപ്പം കുക്കർ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ സ്റ്റീം പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇത്രയും ശർക്കര എടുത്തു കഴിഞ്ഞാൽ പായസത്തിന് നല്ലപോലെ മധുരം ഉണ്ടായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇപ്പം ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയി കാണും. കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ചെറുപയറെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കൂടിയിട്ടുമില്ല. നമ്മൾ 2 രീതിയിലാണ് വറുത്തെടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ഇത് വെന്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ വറ്റിപ്പോയിട്ടുമില്ല. കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇത് വേവിക്കാനായിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മൂന്നാം പാലിൽ മാത്രമായിട്ട് വേവിച്ചെടുത്തത്. ഇനി വേണ്ടത് ശർക്കര നീരാണ്. നമ്മൾ നേരത്തെ അലിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് നേരെ ഇതിനകത്തേക്ക് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പായസത്തിന് ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. ഞാനിപ്പം ഇവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ രണ്ടാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ തന്നെ 1 നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ചുക്കുപൊടിയാണ്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഏലക്കാപ്പൊടിയും കൂടെ വേണം.
ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി നമ്മൾക്ക് ഒന്നാം പാല് മാത്രമേ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ ബാക്കിയുള്ളൂ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്. ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒന്നാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. പായസം നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ തിളപ്പിക്കുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം കൂടെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കൂടെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെറുപയർ പരിപ്പ് 2 രീതിയിൽ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല. കുറച്ചൊക്കെ കടിക്കാനും കിട്ടുന്ന രീതിയിലായിരിക്കും പായസം ഉണ്ടായിരിക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്തേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് തന്നെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഇത് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പും കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയും 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കുറച്ച് നേരം ഓൾറെഡി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഉണക്കമുന്തിരി മാത്രം ചെറുതായിട്ടൊന്ന് വീർത്ത് വന്നാൽ മതി. ആ സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തനിയെ വറക്കണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ വറുത്താലും മതി. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തത്. ഉണക്കമുന്തിരി മാത്രം എപ്പോഴും നമ്മൾ അവസാനം ഇട്ട് കൊടുത്താൽ മതി. അത് ഫ്രൈ ആകാൻ അധികം സമയം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ഉണക്കമുന്തിരി ഇട്ടതെല്ലാം നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നേരത്തെ റെഡിയാക്കി വെച്ച പായസത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള നെയ്യും കൂടി ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പായസത്തിൻ്റെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല. കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തിക്കായിട്ട് പായസം എടുത്താൽ ഇത് തണുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം പായസം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് തണുക്കുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം പെട്ടെന്ന് തന്നെ നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പായസത്തിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് 3-ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അതായത് ചെറുപയർ പരിപ്പ് 3-ാം പാലിൽ വേവിച്ചാൽ ടേസ്റ്റ് കൂടും. പിന്നെ അത് മാത്രമല്ല, ചെറുപയർ പരിപ്പ് 2 രീതിയിൽ നമ്മൾ ഇതേപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ കിട്ടുകയും ചെയ്യും. അതും പായസത്തിന് ടേസ്റ്റ് കൂട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ പായസം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്